ശശി തരൂർ എറണാകുളത്ത് ചെല്ലുന്നപ്പോൾ അവിടെ കയറ്റിയില്ല, 2 പരിപാടിയുണ്ട്. പക്ഷേ ഇപ്പം മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നു കാല് കുത്തരുത്, സ്ഥലം തരത്തില്ല. പാണ്ഡവന്മാർക്ക് കൗരവന്മാർ സ്ഥലം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കൂ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ സൂചി പോയിട്ട് സൂചിയുടെ മുന പോലും കുത്താൻ ഉള്ള, സൂചി മൊത്തം കുത്തുന്ന പോട്ടെ, സൂചിയുടെ മുന പോലും കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. അതുപോലെ തിരുവനന്തപുരത്ത് യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. കാരണം ശശി തരൂരിന് ഇനി ഫ്ലൈറ്റിലിരുന്നേ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കാറിൽ സംസാരിക്കണം. തറയിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, നിലം തൊടിയിക്കില്ല, നിലം പരിശാക്കി കളയുമെന്നാണ് കെ മുരളീധരൻ്റെ പ്രസ്ഥാനം വന്നു കഴിഞ്ഞു. അപ്പോൾ ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ MP ആണ്, അദ്ദേഹം തിരുവനന്തപുരത്തെ 4 പ്രാവശ്യമായിട്ട് 4ാം തവണ ഇപ്പോൾ MP ആണ്. പക്ഷേ MP ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് നിലത്തിറങ്ങാൻ പറ്റില്ല, നിങ്ങളുടെ MP ആഫീസ് ഇവിടെ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ MP ആഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ PA മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിൻവലിക്കും. പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ ഇനി മാറ്റുകയാണ്, നിങ്ങൾക്ക് പോകും. അപ്പോഴാണ് ശശി തരൂർ അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങി കോട്ടയത്ത് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കോട്ടയത്തേക്ക് ശശി തരൂർ പോവുകയാണ്. ഇനി കോട്ടയത്ത് പോയി എന്താണ്, തിരുവഞ്ചൂരിനെ പിടിക്കാനാണോ എന്നറിയില്ല. തിരുവഞ്ചൂരിനെ പിടിക്കാന്ന് പറഞ്ഞാൽ നേരെ തിരുവഞ്ചൂർ ടൈപ്പല്ല, തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിൽ പോയി അല്ലെങ്കിൽ തിരുവഞ്ചൂരിൻ്റെ കോട്ടയിൽ പോയി മറ്റുള്ളവരെ പിടിക്കാനുള്ള പരിപാടിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ശശി തരൂർ ഒരുങ്ങി തന്നെയാണ് വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിനോട് പത്രപ്രവർത്തകർ ചോദിച്ചിങ്ങനെ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശശി തരൂർ പറഞ്ഞാൽ അതൊന്നും വിഷയമൊന്നുമില്ല, എൻ്റെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, എക്സ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആളുകളോട് പറഞ്ഞാൽ പോരെ. പിന്നെ എൻ്റെ PA മാരുണ്ട്, അവരോട് വന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ആ MP കാര്യം നടന്നോളൂ. അത് എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ നോ കമൻറ്റ് എന്നുള്ള നിലയിലാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കമൻ്റ് ഒന്നുമില്ല. തീർച്ചയായിട്ടും ശശി തരൂർ തിരുവനന്തപുരത്ത് കാല് കുത്തരുത്, അല്ലെങ്കിൽ കാല് കുത്തിയാൽ കാല് മുട്ടുകാല് തല്ലി ഓടിക്കുമെന്നാണ് നമ്മളെ മുരളീധരൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ആളാണ്, ചെറിയ നേതാവല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് കുറച്ചുകൂടി വേറൊരു തരത്തിലുള്ള പക്വതയുള്ള നേതാവാണ്. സണ്ണി ജോസഫ് പറയാതെ നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുള്ള മുരളീധരനെ തന്നെ ഏൽപ്പിച്ചത്. എന്തായാലും മുരളീധരൻ തിരുവനന്തപുരത്ത് നേമത്തോ വട്ടിയൂർക്കാവിൽ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ സാധ്യതയുടെ ഭാഗമായി അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കൊട്ടേഷൻ പരിപാടി എന്ന പോലെ നിലയിലുള്ളൊരു പരിപാടി പോലും ഇപ്പോൾ കേൾക്കുന്നു. അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന പോലെ അദ്ദേഹം സംസാരിക്കുന്നു. എന്തായാലും ശശി തരൂരിന് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ പറ്റില്ല, കാലുകുത്താൻ അനുവദിക്കില്ല. ഇവിടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ വിളിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോഴാണ് വേറെ ചില കരക്കമ്പികൾ ഇറങ്ങിയിട്ടുണ്ട്. ശശി തരൂരിനെ വിളിക്കാൻ തിരുവനന്തപുരത്തെ വിമത കോൺഗ്രസ്സുകാരും സാംസ്കാരിക സംഘടനകളും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശശി തരൂർ എന്തായാലും തിരുവനന്തപുരത്ത് ഉണ്ടാവും. പിന്നെ സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് പൊതുപ്രവർത്തന പരിപാടികളിൽ ശശി തരൂരിനെ വിളിക്കാനുള്ള പരിപാടിയുണ്ട്. RSSൻ്റെയും BJPയുടെയും പരിപാടികൾ, ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പരിപാടികളുടെ ആഘോഷങ്ങളും പരിപാടികളും നടക്കുന്നിടത്തും ശശി തരൂരിനെ വിളിക്കാൻ സാധിക്കും. അപ്പോൾ ശശി തരൂരിന് വേദിക്കൊരു പഞ്ഞവുമില്ല, അത് തിരുവനന്തപുരത്ത് വിളിച്ചാലുമില്ല, വിളിച്ചില്ലെങ്കിലുമില്ല. എന്തായാലും വിളിക്കില്ല എന്നാണ് നമ്മുടെ മുരളീധരൻ സാറ് പറഞ്ഞു വയ്ക്കുന്നത്. ചിലപ്പോൾ അത് തന്നെ സംഭവിച്ചാലും ശശി സാറ് കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ശശി സാറും കച്ചകെട്ടിയിരിക്കുന്നത്. നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം.